ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ PSC നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം അടുത്ത് തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ LGS എക്സാമിന് നിരവധി പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉൾപ്പെടാൻ പറ്റാത്തവർക്കായിട്ടുള്ള മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലെത്താൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ്, എവിടെ നിന്ന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ജനറൽ നോളജിൽ നിന്നാണ്. ഏകദേശം 40 മാർക്കിന് ഏകദേശം പകുതിയോളം ചോദിക്കുന്നത് നമ്മുടെ GK തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. അവിടെ നിന്ന് ഒരു 20 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അത് കഴിഞ്ഞാൽ സയൻസിൽ നിന്ന് 10 മാർക്കിനും പൊതുജനാരോഗ്യത്തിൽ നിന്ന് 10 മാർക്കിനും അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ ജനറൽ നോളജ് ആദ്യം തന്നെ 5 മാർക്കിന് ചോദിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെയും അതുപോലെ രാജാറാം മോഹൻ റായിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും ഇവിടുന്ന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്തായാലും നോക്കണം. സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ഭാഗമാണത്. അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇവിടെ 5 മാർക്കിന്. അതുപോലെ തന്നെ ഓരോ പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടനയും മൗലിക കടമകളും അതുപോലെ മൗലിക അവകാശങ്ങൾ, ഇതെന്നൊക്കെ 5 മാർക്കെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ജോഗ്രഫിയാണ്. അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യൻ ജോഗ്രഫിയാണ് 5 മാർക്കിന് ഇവിടെ നിന്ന് ചോദ്യം വരും. അടുത്തതായിട്ട് കേരളം ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, കേരള ജോഗ്രഫി എന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അതായത് നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, മത്സ്യബന്ധനം, കായിക രംഗം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, ഇതിൽ നിന്നൊരു 10 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഈ +2 ലെവലൊക്കെ എഴുതിയിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ കേരള ജോഗ്രഫിയിൽ എക്സ്ട്രാ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ കായിക രംഗം എന്നൊക്കെ. അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകർ, അതായത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഇവരൊക്കെ കുറിച്ചിട്ട് ചോദിക്കുന്നത് 5 മാർക്കിനാണ്. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇതിന്നൊക്കെ 5 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അതായിട്ട് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആനുകാലിക വിഷയങ്ങൾ. അതായത് ഒരു വ്യക്തിയുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഒക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് പുതിയതായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിലും മുമ്പേ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിലും ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഈ അടുത്ത് നടന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കുക. അതുപോലെ നമ്മുടെ നോബൽ പ്രൈസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിച്ചു വരുന്നുണ്ട്. പദ്ധതികൾ, കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതായിട്ട് സയൻസിൽ നിന്ന് നമ്മുടെ ബയോളജിയിൽ നിന്ന് 5 മാർക്കാണ്. അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദ്യം വരുന്നത്. ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അതിൽ നിന്നൊരു 5 മാർക്കിനോ 3 മാർക്കിനോ അവിടെ നിന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, അത് വൈറ്റമിൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ രോഗങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും. അതായത് കെമിസ്ട്രിയിൽ നിന്ന് 5 മാർക്കിന് ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും, മൂലകങ്ങൾ, അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, പിന്നെ നമ്മുടെ മാസ് ആൻഡ് മാറ്റർ ആ ഭാഗത്തുനിന്ന്, പിന്നീട് പ്രവൃത്തി, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, നമ്മുടെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, ഇതൊക്കെയാണ് ഇവിടുന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ശബ്ദവും പ്രകാശവും, അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ സൗരയൂഥത്തെക്കുറിച്ചിട്ടുള്ള സവിശേഷതകൾ. അടുത്തതായിട്ട് നമ്മുടെ പൊതുജനാരോഗ്യം 10 മാർക്കിന്. നമ്മുടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഈ രോഗങ്ങളും രോഗകാരികളൊക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് എന്ന് ചോദിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മാത്സ് ആണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. അപ്പോൾ മാത്സ് എന്ന് 10 മാർക്കിനും അതുപോലെ മെൻ്റൽ എബിലിറ്റിന്ന് 10 മാർക്കിനുമാണ് ചോദിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ LGS എക്സാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ചെറിയൊരു സിലബസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.